53 ഗൈസ്. ഞങ്ങളിപ്പോഴും അവരെ വെയിറ്റ് ചെയ്ത് വഴിയിലോട്ട് നോക്കി വെക്കണേ. സാന്ദ്രനെ ഫറോനെ നോക്കി. ലിയ ഉറങ്ങണുണ്ട്. ലിയയുടെ വ്ളോഗിനാണ് എടുക്കുന്നത്. മേഘയാണ് മാപ്പ് നോക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടെ നോക്കാനായിട്ട്. ഇതാണ് ഇവര്, ഇതാണ് ഞങ്ങൾ, ഇതാണ് ഇവര്. നമുക്ക് നോക്കാം ഗൈസ്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ട്രെയിനിലാണ്. ആൻഡ് ഇവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യണേന്. ബിക്കോസ് സാൻഡ്രേനെയും ഫർസിയകളുടെയും ട്രെയിൻ മിസ്സായി. അവർ ലഗേജ് എടുക്കാൻ പോയപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇവർ പറയുന്ന ടിക്കറ്റ് നമുക്ക് റീഫണ്ട് കിട്ടൂല, ഒറിജിനൽ ടിക്കറ്റ് തന്നെ വേണം. സോ ഒരു മൂഞ്ചലവസ്ഥയാണ് മൊത്തത്തിൽ. ഇന്നത്തെ ദിവസം കൂടുതലായിരുന്നു ഗൈസ്. സോ ഇതാണ് നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ റെയിൽവേസ്. കേട്ടോ, ഉസ്ബെക്കിസ്ഥാൻ റെയിൽവേസ്. ആൻഡ് എൻ്റെ ഇപ്പോഴത്തെ ആഹതയുള്ളത്. അപ്പുറത്തെ ചേട്ടൻ കുറേ നേരം ഫുഡ് അയച്ച് കൊതിപ്പിക്കുന്ന ഇപ്പം എടുത്ത് വെച്ച് പിന്നെ അയാളൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള വയറല്ല വായ. ആൻഡ് ആറു നോക്കാറും ആറും ഉണ്ട്. എല്ലാവർക്കും പക്ഷെ ഒരു വിഷമമുണ്ട് കേട്ടോ അവരില്ലാത്തതിൻ്റെ. ഞങ്ങൾ പുറത്താണിക്കണില്ലെന്നുള്ളു. നമ്മളിന്ന് ഉസ്ബെക്കിസ്ഥാൻ ട്രെയിനിൻ്റെ ഉള്ളും പുറമൊക്കെയാണ് കാണിച്ചു തരാൻ പോണത്. സോജത് ഖാൻ അപ്പുറത്താന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഇനി അവിടെ പോവാം. TUALET. നിങ്ങൾ വിചാരിക്കും വൈ എന്തിനാ ഞാൻ യു വായിച്ചത്? ഇങ്ങനെയാണ് വായിക്കുന്നത് അല്ലേ? ഞങ്ങളുടെ ക്ലാസ്സിലെ പഠിപ്പി, അതുകൊണ്ട് ഇവിടെ എല്ലാം കറക്റ്റായിട്ട്. ഞാൻ ഇത് വായിച്ചറാം ഗൈസ്. ഇനി ടോയ്ലറ്റിനുള്ളിൽ കാണിച്ചാൽ വൃത്തിയുണ്ടാന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കൊണ്ടാണ് നോക്കാം. ഇന്ത്യൻ റെയിൽവേ പോലത്തെ ഒരു മണമുണ്ട് ടോയ്ലറ്റിൽ കിട്ടുമ്പോൾ. വൃത്തിയുണ്ട്. നല്ല മിറർ. നമ്മുടെ അടുത്ത മിററൊന്നും ഒരു രസമില്ലായിരിക്കും. ഞാൻ ഒരു സാധനം കൂടി കണ്ടുപിടിച്ചിട്ട് തോന്നിപ്പോയപ്പോഴാണ് മനസ്സിലായത്. ഇവിടുത്തെ ഫ്ലഷ് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ മതി ഫ്ലഷ്. അത് കാണിക്കാൻ മതി ഗൈസ്. ഇവിടെ ഫിദയൊക്കെ കിടക്കുകയാണ് ഗൈസ്. ഫൈസ് സിനിമ ആണെന്ന്. ആൻഡ് ലിയ ഉറങ്ങണുണ്ട്. ലിയയുടെ വ്ളോഗിനാണ് എടുക്കുന്നത് ഗൈസ്. നമ്മളങ്ങനെ നമ്മളുടെ ഗസ്റ്റ് ഹൗസ് ഈ സ്ഥലത്താണ് നിൽക്കുന്നത്. പക്ഷെ അവർ വാതിൽ ഉറക്കണല്ലോ. എന്താണെന്ന് വഴിയാധാരം ഉണ്ടെന്നാൽ മതി ഗൈസ്. 669988. തുറക്കടി ഗൈസ്. ഞങ്ങൾ എത്തി ഗൈസ്. അങ്ങനെ റൂമില് നമ്മൾ എത്തി ഗൈസ്. ഈ വീട് മൊത്തം നമുക്കാണ്. നമുക്ക് എന്ത് വേണേലും ചെയ്യാം. ഞങ്ങൾ പൈസ ഒന്നും നോക്കിയില്ല, അങ്ങടെ എല്ലാം മേടിച്ചു ഗൈസ്. റൂം മൊത്തം കാണിച്ചിട്ടേ. റൂം ടൂർ. ലൈറ്റ് ഇട്. ഇതാണ് നമ്മുടെ റൂം. ആൻഡ് ദ കിച്ചൺ. കിച്ചൺ ഉണ്ട്. ഇത് അടുത്ത റൂം ഗൈസ്. ടിവിയും എല്ലാം ഉണ്ട്. ആൻഡ് നമ്മുടെ ടോയ്ലറ്റ്. ഇത് നമ്മുടെ ബാത്റൂം. ടോയ്ലറ്റ് ഇതാണ് ഗൈസ്. ബക്കറ്റ് ഉണ്ട്. എല്ലാം വേറെ വേറെ സ്ഥലത്താണ്. ഫ്രിഡ്ജ് തുറക്ക്. ഫ്രിഡ്ജ് 2. നൈസ് ഫ്രിഡ്ജ്. ഒരു പുതിയ ഫ്രിഡ്ജാണ്. ആൻഡ് ഇത് നമ്മളുടെ നടുമുറ്റം പോലത്തെ ഒരു സെറ്റപ്പ്. എങ്ങനെയുണ്ട് സീന റൂം? അടിപൊളി. ലൈറ്റ് ഗൈസ്. ഈ റൂമില്ല. നമ്മുടെ റൂം ഏതാ സെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ റൂം സെലക്ട് ചെയ്യട്ടെ ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ റൂം ഏതാന്ന് കാണിച്ചു തരാം. आज की
പിന്നെ 1 മണിക്കത്തെ ദൃശ്യമാണിത് റൂമിൽ. ഹീറ്റർ ഉണ്ട്, പക്ഷെ ഹീറ്റർ വർക്കാം. 3:53 ഗൈസ്. ഞങ്ങൾ ഇപ്പോഴും അവരെ വെയിറ്റ് ചെയ്ത് വഴിയിലോട്ട് നോക്കി വെക്കണേ, സാന്ദ്രനെ ഫറോനെ നോക്കി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഫറും സാൻഡും ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ലൈവ് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. മേഘയാണ് മാപ്പ് വെക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടെ നോക്കാനായിട്ട്. ഇതാണ് ഇവർ, ഇതാണ് ഞങ്ങൾ, ഇതാണ് ഇവർ. നമുക്ക് നോക്കാം ഗൈസ്, ഇവിടെ കൂടി വഴി കൂടെ ഒക്കെ നടന്നു നോക്കാം. അപ്പോൾ നമുക്ക് കൂടെ പോകാം. എത്തുന്നുണ്ട് ഗൈസ്. മാപ്പ് നമ്മൾ എത്തുന്നുണ്ട് മാപ്പ്. അപ്പോൾ സമയം 4 മണി, നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. പുറത്ത് വാക്കിനല്ല, ഏതോ ഇരുട്ട് പിടിച്ച സ്ഥലത്തൂടെ ഒക്കെ നമ്മൾ പോകുന്നുണ്ട്. ഇറ്റ് ഇസ് ട്രൂലി അഡ്വെഞ്ചറസ്. പക്ഷെ അതിനിടയിൽ റേസിൻ്റെ ഒരു കുസൃതി. ഓക്കെ ഗൈസ്, നമ്മൾ നോക്കി ഇനി നമ്മളെ നോക്കാൻ ആരെങ്കിലും വരണമെന്നറിയില്ല. സോ ഗൈസ്, ഇവിടെ തീരെ വെളിച്ചമില്ല, ഇതിനുള്ളിൽ കയറണോ വേണ്ടേ ഗൈസ്. അപ്പോൾ നമുക്ക് ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. ഈ കാറിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഫറും സാൻഡും. അപ്പോൾ ഫൈനലി അവർ തഷ്കണ്ടിൽ നിന്ന് സമർക്കണ്ട് വരെ എത്തി കാറ് വഴി. ഫറു, ഹായ് ഫറു. പൈസ 5. സാൻഡ്രിനെ ഫറൂനെ കിട്ടി. ലാസ്റ്റ് അവർ റീച്ചായി. ലോക്കായി. ലോക്ക് ഞങ്ങൾ മറന്നു നൈസായിട്ട്. ഇനി വേണമെങ്കിൽ അടുത്ത ആൾ വന്നെ. അതാ വിഷയം. സാധനങ്ങൾ എടുത്താ റെഡി എല്ലാം എടുത്താ